നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശന്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂര മാഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു. ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂർ എന്ന സ്ഥലം, ശ്രീകൃഷ്ണ ക്ഷേത്രം, ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദ വിവരണം, പഴയകാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങി സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണ്ണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ ചരിത്രവും മഹാത്മ്യങ്ങളും എല്ലാവരും അറിയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ മഹാത്മ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓരോ ദിവസം ഇടവിട്ട് ഓരോ വീഡിയോ ഇടാം. ഇന്ന് രണ്ടാം ഭാഗമാണ് പറയുന്നത്. അത് ചരിത്ര പദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഗുരുവായൂർ ചരിത്രവും അവിടുത്തെ മഹാത്മ്യങ്ങളും അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ശൈവക്ഷേത്രങ്ങളുടെ പ്രചാരം വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വൈഷ്ണവ ക്ഷേത്രങ്ങളുടെ ആഗമനം. വൈഷ്ണവ ഭക്തി ശക്തമായതിനു ശേഷം വിഷ്ണു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. കുലശേഖര ആഴ്വാരുടെ മുകുന്ദമാല എന്ന കൃതി വൈഷ്ണവ ഭക്തി പ്രചാരണത്തിൽ പ്രത്യേക പങ്കു വഹിച്ചതായി കാണാം. ഗുരുവായൂർ ക്ഷേത്രം സംബന്ധിച്ച് പരിമിതമായ ചരിത്ര വസ്തുതകൾ മാത്രമേ നമുക്ക് ലഭ്യമായുള്ളൂ. കൊടുങ്ങല്ലൂരിനടുത്ത തൃക്കണാമതിലകത്തിന്റെ കീഴേടമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം എന്നത് നമുക്ക് അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ്. ചിലപ്പതികാരത്തിൽ പറയുന്ന തിരുക്കുണവായ എന്നത് ജൈന സങ്കേതവും ചിലപ്പതികാര കർത്താവായ ഇളങ്കോവടികൾ രാജകുടുംബാംഗവുമായിരുന്നു. അക്കാലങ്ങളിൽ ക്ഷേത്രവും ക്ഷേത്രഭരണവും ഊരാളന്മാരും കോയ്മമാരും ഉൾപ്പെട്ട ബ്രഹ്മസ്വത്തിന് കീഴിലായിരുന്നു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചരിത്രപരമായ രേഖകൾ ഇത് സംബന്ധിച്ച് ലഭ്യമല്ല. ലഭ്യമായ ഏറ്റവും പുരാതന രേഖ നാരദ പുരാണത്തിലെ ഗുരുവായൂര പുരാണത്തിലെ ഈ ഭാഗമാണ്. അപ്പോൾ തക്ഷകദംശനമേറ്റ് മരിച്ച പരീക്ഷിത്ത് രാജാവിൻ്റെ മകനായ ജനമേജയൻ ഇതിൽ കോപിഷ്ഠനായി സർപ്പയജ്ഞം നടത്തി. അപ്പോൾ പരസഹസ്രം സർപ്പങ്ങളെ അഗ്നിയിൽ ആഹൂതി ചെയ്തു. തൽഫലമായി സർപ്പശാപത്താൽ കുഷ്ഠരോഗം പിടിപെട്ടു. രോഗശമനം ലഭിക്കാതെ വ്യാകുല ചിത്തനായി തീർന്ന ജനമേജയ രാജാവിന് ദത്താത്രേയ മഹർഷി പ്രത്യക്ഷനായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ വിരാജിച്ചരുളുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പനെ ഭജിക്കുവാനും രോഗമുക്തി നേടുവാനാകുമെന്നും അരുളി ചെയ്തു. അങ്ങനെ ഇപ്രകാരം ഭജിച്ച് രോഗമുക്തി നേടി. 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ രചിക്കപ്പെട്ട കോക സന്ദേശം അഥവാ ചക്രവാക സന്ദേശം എന്ന സാഹിത്യകൃതിയിൽ കുരുവായൂർ എന്ന നാമം കാണാം. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ രചിച്ച നാരായണീയ കൃതിയിലും കുരുവായൂർ എന്ന് സൂചനയുണ്ട്. പ്രാചീന ദ്രാവിഡ ഭാഷയിൽ കുരുവ എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥമാക്കുന്നത്. സമുദ്രത്തിന് സമീപത്തെ പ്രദേശമായിരുന്നതിനാൽ കുരുവായൂർ എന്ന പേര് ലഭിച്ചതായി കാണാം. കോക സന്ദേശത്തിൽ തൃപ്രങ്ങോട്ട് നിന്ന് ഇടപ്പള്ളിയിലേക്ക് സന്ദേശവാഹകനായി കോകം പറന്നു പോകുന്നു. ഈ വഴികളെക്കുറിച്ചുള്ള വർണ്ണനയിൽ കുരുവായൂർ പ്രദേശം വരുന്നുണ്ട്. സമീപ പ്രദേശങ്ങളായ വൈലത്തൂർ, കാവീട്, ചാട്ടുകുളം എന്നിവയെക്കുറിച്ചുള്ള വിവരണവും നൽകുന്നു. ഗുരുവായൂർ പ്രദേശത്തിൻ്റെ ഏറ്റവും പഴയ രേഖയായി കോക സന്ദേശത്തെ കരുതാവുന്നതാണ്. ഗോവിന്ദപുരത്ത് നിന്ന് വൈലത്തൂർ വഴി കാവീട് ഭഗവതീ ക്ഷേത്ര ദർശന ശേഷം താമരപ്പൂ പരിമളം നിറഞ്ഞ തടാകം ഉൾക്കണ്ട ഗുരുവായൂർ ദേശവർണ്ണന ഈ സന്ദേശകാവ്യത്തിലെ 34-ാം ശ്ലോകത്തിൽ കാണാവുന്നതാണ്. താമരപ്പൂ പരിമളത്തോടു കൂടിയ ജലം ഉൾക്കൊള്ളുന്ന തടാകവും അതിനരികിൽ ക്ഷേത്രവും കണ്ടു. ആ പൂമ്പൊയ്കയ്ക്കരികിൽ വണ്ടിൻ കൂട്ടം ആർത്തമായി ശബ്ദം പുറപ്പെടുവിക്കുന്നു. മനോഹരമായ പൊന്നിൻ കൊടിമരത്തിൻ്റെ മുകളിൽ നിന്ന് ഉയലാടുന്ന പതാകയോടും ജനൽ വഴി പുറപ്പെടുന്ന ധൂപസൗരഭ്യത്തോടും കൂടി പലവിധ വാദ്യധ്വനികൾ കൊണ്ട് മുഖരിതമായ ശാങ്കപാണിയുടെ ആലയത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ ശിരസാ പ്രണമിക്കുക. സന്ദേശവാഹകനായ കോകം ഉച്ചപൂജ നട തുറക്കുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുകയും ശംഖിലെ തീർത്ഥജലം പ്രോഷണം ചെയ്യുന്നത് അനുഭവിച്ചറിഞ്ഞതായും പരാമർശമുണ്ട്. പ്രസിദ്ധ ചരിത്രകാരനായ പ്രൊഫസർ KV കൃഷ്ണയ്യരുടെ അഭിപ്രായത്തിൽ, അതായത് 321-297 BC കാലഘട്ടത്തിലായിരിക്കണം ബ്രാഹ്മണർ കൊടുങ്ങല്ലൂരിൽ വന്ന് താമസമാക്കിയത്. ഡച്ച് ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്ന തൃക്കണാമതിലകം അഥവാ മതിലകം രേഖകളും ഗുരുവായൂർ രേഖകളിൽ പറയുന്ന തൃക്കുന്നവേയും ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യഭാഗത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കാം. 1755 ഡച്ച് ആക്രമണം നടന്ന കാലഘട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തൃക്കുന്നവേയുടെ കീഴേടമായിരുന്നു.
ഇതിൽ നിന്ന് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ബ്രാഹ്മണർ കൊടുങ്ങല്ലൂരിലെത്തിയെന്നും തൃക്കണാമതിലകം എന്ന പുരാതന സങ്കേതത്തിന്റെ കീഴേടമാണ് ഗുരുവായൂരിന്റെ ചരിത്രാരംഭമെന്നും പറയാവുന്നതാണ്. കൊച്ചി രാജവംശത്തിന് തിരുക്കണവായ പ്രദേശത്ത് ആധിപത്യം നഷ്ടമായി. തലപ്പിള്ളി രാജകുടുംബത്തിന്റെ 4 ശാഖകളായിരുന്ന കക്കാട്, ഐനിക്കൂർ, മണക്കുളം, പുന്നത്തൂർ എന്നീ ശാഖകളിൽ സാമൂതിരിയുടെ മേൽക്കോയ്മ സ്ഥാപിതമാവുകയും ചെയ്തു. ഈ ശാഖകളുമായുള്ള ബന്ധത്തിലൂടെ സാമൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അധികാരിയായി. പൊന്നാനി കേന്ദ്രമാക്കി അധികാരം സ്ഥാപിച്ച സാമൂതിരി തൃക്കാവിൽ കോവിലകത്ത് താമസിച്ചു. 140 ദേശത്തിനും 300 കളരിക്കും അധിപനായിരുന്ന തിരുമനശ്ശേരിയെ ഉപയോഗപ്പെടുത്തുവാനും ശ്രമിച്ചു. പൊന്നാനിയിൽ തിരുമനശ്ശേരി കോട്ട ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. 15-16 നൂറ്റാണ്ടുകളിൽ നടന്ന രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ പലതും സാമൂതിരിപ്പാടിന്റെ അധികാരം വർദ്ധിപ്പിച്ചു. 1715 സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയും ക്ഷേത്രക്കോയ്മ അവകാശത്തിന് നാടുവാഴികൾ പടവെട്ടിയതായും രേഖകളുണ്ട്. 1725 ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാമൂതിരിപ്പാട് ആനയെ നടയിരുത്തിയിട്ടുണ്ട്. കൊച്ചിയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനെ തുടർന്നായിരിക്കണം ഈ വഴിപാട്. 1755 ഡച്ചുകാർ തിരുക്കണവായ അഥവാ തൃക്കണാമതിലകം ആക്രമിച്ച് കീഴടക്കി. അടുത്ത വർഷം സാമൂതിരിപ്പാട് അത് തിരികെ പിടിച്ചെങ്കിലും ഭയന്നോടിയ ബ്രാഹ്മണ കുടുംബങ്ങൾ മതിലകത്ത് തിരിച്ചു വന്നില്ല. അങ്ങനെ തിരുക്കണവായ ദേവസ്വം പിരിച്ചുവിട്ടു. അപ്പോൾ കോയ്മാവകാശം അഥവാ ഊരായ്മ സാമൂതിരി സ്ഥാപിച്ചെടുത്തു. ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് മാമാങ്കം. അക്കാലത്ത് പൊന്നാനി താലൂക്കിൽപ്പെട്ട തിരുനാവായ ക്ഷേത്രത്തിൽ ഓരോ 12 വർഷം കൂടുമ്പോഴും നടന്നു വന്നിരുന്ന മഹോത്സവമാണ് മാമാങ്കം അഥവാ മഹാമകം. നാടിൻ്റെ പൊതുകാര്യങ്ങൾ ആലോചിക്കുവാനും ഉചിതമായ തീരുമാനമെടുക്കുവാനും വേണമെങ്കിൽ രാജാവിനെ പകരം വയ്ക്കാൻ പോലും അധികാരം അംഗീകരിക്കുന്ന ഒത്തുചേരലാണെന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമസഭകൾ അഥവാ നാട്ടുകൂട്ടങ്ങൾക്ക് അവരുടെ ചാവേർ പടയുമായി തിരുനാവായയിൽ എത്തി രാജാവിനെ പോർ വിളിക്കാം, അംഗം വെട്ടാം. രാജാവിനെ അരിഞ്ഞു വീഴ്ത്തുന്ന പക്ഷത്തിനാണ് രാജാധികാരം. ഒന്നാമത്തെ പെരുമാളുടെ അരിയിട്ട് വാഴ്ച നടന്നത് മാഘമാസത്തിലെ വൃശ്ചിക രാശിയിലെ കർക്കടക വ്യാഴക്കൂറിലാണ്. 12 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആ പെരുമാളുടെ വാഴ്ച ഈ തീയതിക്കും മുഹൂർത്തത്തിനും അവസാനിച്ചതായി കണക്കാക്കുന്നു. അങ്ങനെയാണ് മഹത്തായ മാഘ അല്ലെങ്കിൽ മഹാമഘ എന്ന വാക്കുണ്ടായത്. ഇത് ലോപിച്ചാണ് മാമാങ്കം ഉണ്ടായത്. ഇതോടെ പഴയ പെരുമാളിൻ്റെ എല്ലാ കൈവശാവകാശ കരാറുകളും റദ്ദാകുന്നു. അങ്ങനെ അവസാനത്തെ പെരുമാൾ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കാൻ കാത്തുനിൽക്കാതെ നാട് വിട്ടുപോയി. തുടർന്നാണ് അധിപസ്ഥാനം വള്ളുവക്കോനാതിരിക്കായത്. അപ്പോൾ മാമാങ്കത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. AD 12-13 നൂറ്റാണ്ട് വരെ ഇത് തുടർന്നു. കേരള വ്യാപകമായി സാമൂതിരി രാജവംശം അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് വരെ തുടർന്നു വന്നു. അവസാനത്തെ മാമാങ്കം നടന്നതായി പറയുന്ന 1743 വരെ തിരുവിതാംകൂർ ഉൾപ്പെടെ കേരളത്തിൻ്റെ പരമാധികാര രാജശക്തി സാമൂതിരി രാജാക്കന്മാരിലായിരുന്നു. ഈ പരമാധികാരം അംഗീകരിച്ച് മറ്റു രാജാക്കന്മാരും പ്രഭുക്കളും കൂറു പ്രഖ്യാപിക്കുന്നതിന് മാമാങ്ക സ്ഥലത്ത് സ്ഥാപിക്കുവാനുള്ള കൊടികൾ കാഴ്ചവെച്ചിരുന്നു. ഇങ്ങനെ കൊടി സ്ഥാപിച്ച സ്ഥലങ്ങൾ ഇന്നും തിരുനാവായയിലുണ്ട്. സാമൂതിരി രാജാവും വള്ളുവനാട് രാജാവും തമ്മിലുള്ള യുദ്ധം യഥാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രശസ്തി വർദ്ധിപ്പിച്ചു. യുദ്ധം നീണ്ടുപോയപ്പോൾ സാമൂതിരിയും അദ്ദേഹത്തിൻ്റെ പ്രജകളും ഗുരുവായൂരപ്പ ഭക്തരായി മാറി. ഭഗവത് ഭജന തുടർന്നു. നിലവിലെ ശ്രീകോവിൽ പുതുക്കി പണിതത് 1638 ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ താളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നശിച്ചവയ്ക്ക് പകരം പുതിയവ എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. 1639 വിശ്വബലി അഥവാ വിഷ്ണുബലി നടത്തി ഭൂതാത്മാക്കളെ പ്രീതിപ്പെടുത്തിയതായി കാണുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു ഗുരുവായൂർ. 1716 ഡച്ച് ആക്രമണ ശേഷം പടിഞ്ഞാറേ ഗോപുരം 1747 പുതുക്കി പണി കഴിച്ചതായി കാണുന്നു. ഇതിന് മുൻകൈ എടുത്തത് പണിക്ക വീട്ടിൽ ഇട്ടിരാരിച്ച മേനോനായിരുന്നു. അപ്പോൾ AD 1755 ഡച്ചുകാർ മതിലകം അതായത് തൃക്കണാമതിലകം ആക്രമിച്ചു കീഴടക്കി. 1756 സാമൂതിരി മതിലകം തിരിച്ചു പിടിച്ചു, മേൽക്കോയ്മ സ്ഥാപിച്ചു. ഇതോടെ തൃക്കണാമതിലകവും കീഴേടമായ ഗുരുവായൂരും സാമൂതിരിയുടെ നിയന്ത്രണത്തിലാവുകയും അദ്ദേഹം ട്രസ്റ്റിയായി തീരുകയും ചെയ്തു.
1766 ഹൈദരാലിയുടെ ആക്രമണത്തിൽ ചിറക്കൽ സാമൂതിരി കോവിലകങ്ങൾ പിടിച്ചടക്കി. ഗുരുവായൂർ ക്ഷേത്ര സ്വത്തുക്കൾ ആക്രമിക്കപ്പെട്ടില്ല. ചാവക്കാട് വരെ എത്തിയ ഹൈദരാലിയെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വെങ്കിടനാരായണയ്യർ എന്ന ബ്രാഹ്മണന്റെ ഇടപെടൽ മൂലം 10,000 പണം നൽകി ഹൈദരാലി മടങ്ങിപ്പോയതായും രേഖകൾ പറയുന്നു. ഭയം മൂലം ഭക്തജനങ്ങൾ പിൻവാങ്ങിയതിനാൽ നടവരവ് കുറഞ്ഞു. ക്ഷാമവും ഭരണപരമായ അസ്വസ്ഥതകളും തുടർന്നു. ഗുരുവായൂരിന്റെ കീഴേടമായ അഞ്ഞൂർ അയ്യപ്പന്റെ ആറാട്ടും മറ്റ് 5 ഭഗവതിമാരുടെ പൂരവും മുടങ്ങി. ഈ സന്ദർഭത്തിൽ മലബാർ ഗവർണർ ശ്രീനിവാസ റാവുവിന്റെ ശുപാർശ പ്രകാരം 1780 ക്ഷേത്രത്തിന് ദേവദായം അനുവദിച്ചു. ഈ സമ്പ്രദായ പ്രകാരം ക്ഷേത്ര വസ്തുവകകളുടെ ആദായം ക്ഷേത്രത്തിന് തന്നെ ലഭ്യമാകുവാൻ തുടങ്ങി. അങ്ങനെ ക്ഷേത്രം രക്ഷപ്പെട്ടു. AD 1789 ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താൻ പ്രവിശ്യ ആക്രമിക്കുമെന്ന ഭീഷണി നിലനിന്നിരുന്നു. അപ്പോൾ സർവനാശം മുന്നിൽ കണ്ട ഭരണാധികാരികൾ ഉത്സവത്തിടം വിളക്കിയെടുത്ത് അമ്പലപ്പുഴയിലേക്കും വിഗ്രഹവും മറ്റും നിലവറയിലേക്കും മാറ്റി. 1782 നൈസാമിനും മറാത്തർക്കും മറ്റും കൂടുതൽ കപ്പം നൽകുന്നതിനായി ബ്രഹ്മദേയം നിർത്തലാക്കുകയും ക്ഷേത്ര സ്വർണം പിടിച്ചെടുക്കുവാനും പദ്ധതി ഇട്ടിരുന്നു. മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും ചേർന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉത്സവത്തിടമ്പുമായി തിരുവനന്തപുരത്ത് അഭയം പ്രാപിച്ചു. ഗുരുവായൂർ ഭഗവാനെ ഈ അവസരത്തിൽ മാവേലിക്കര എഴുന്നള്ളിച്ച വിവരം സാമൂതിരിപ്പാടിന്റെ രേഖകളിലൂടെ കാണാം. അവിടെ നിന്ന് ബിംബം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവരികയും ചെയ്തു. 1792 ഉത്സവ വിഗ്രഹം തിരികെ ഗുരുവായൂരിൽ എത്തിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി മുടങ്ങിയ പൂജകൾ പുനരാവർത്തിച്ചു. ഇതേസമയം ടിപ്പു സുൽത്താൻ തോൽക്കുകയും മലബാർ പ്രദേശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു നൽകുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ ക്ഷേത്രം കൊള്ളയടിച്ചുവെന്നും ആരാധനാലയങ്ങൾ നശിപ്പിച്ചുവെന്നും മതപരിവർത്തനം നടത്തിയെന്നുമുള്ള കഥകൾ ധാരാളം പ്രചാരത്തിലുണ്ട്. മലബാറിലെ പല ക്ഷേത്രങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിനും ടിപ്പുവിൽ നിന്ന് ധനസഹായവും കരം ഒഴിവായി ഭൂമിയും ലഭിച്ചിട്ടുണ്ട്. കരമൊഴിവായ ഭൂമിക്ക് പുറമെ ക്ഷേത്രോത്സവങ്ങൾക്ക് വേണ്ടി മാത്രം വർഷം തോറും 3000 പഗോഡയാണ് അദ്ദേഹം നൽകിയിരുന്നത്. ടിപ്പുവിനു വേണ്ടി ഈ തുക വർഷാവർഷം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിരുന്നത് മണത്തലയിലെ ചണ്ടാലപ്പറമ്പിൽ ഐറോസൂട്ടി മൂപ്പനായിരുന്നു. ഇന്നും ഈ ഭാഗത്തെ ഹിന്ദുക്കൾ മൂപ്പന്റെ അന്ത്യവിശ്രമ സ്ഥാനത്ത് ചെന്ന് നന്ദി സൂചകമായി പ്രണാമങ്ങൾ അർപ്പിക്കാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ തുക വെട്ടിക്കുറച്ചു. പിന്നീട് ഈ സമ്പ്രദായം അപ്പാടെ നിർത്തലാക്കുകയും ക്ഷേത്രത്തിന് കുറച്ച് ഭൂമി വിട്ടു നൽകുകയുമാണ് ഉണ്ടായത്. AD 1825 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ഉളനാട്ട് പണിക്കന്മാരായിരുന്നു ക്ഷേത്ര സംരക്ഷണവും പരിപാലനവും. ഇപ്പോൾ വൈജയന്തി കെട്ടിടം നിൽക്കുന്ന സ്ഥലമായിരുന്നു പണ്ടത്തെ ഉളനാട്ട് തറവാട്. നിത്യകർമ്മങ്ങളും ഉത്സവാദികളും ആഘോഷിക്കുന്നതിന് സ്വന്തം തറവാട്ടിലെ പണം ചെലവഴിച്ചിരുന്ന ഉളനാട്ട് പണിക്കർ. ഉള്ളനാട്ടെ ഉക്കണ്ട പണിക്കർ 1825 മുതൽ 1855 വരെയുള്ള കാലഘട്ടത്തിലാണ് ഭരണം നടത്തിയത്. മൈസൂർ ആക്രമണത്തിലുണ്ടായ കെടുതികൾക്കും നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി ക്ഷേത്രപൂജയും ഉത്സവവും അദ്ദേഹം പുനഃസ്ഥാപിച്ചു. വളരെ അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തന രീതിയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അന്ന് ശ്രീ PK കുട്ടനേട്ടൻ രാജാവായിരുന്നു സാമൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ സഹായങ്ങളോടുകൂടി 1825 ക്ഷേത്രത്തിൽ വലിയൊരു അഷ്ടബന്ധ കലശം നടത്തി. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ പാസാക്കുന്നതിന് യോഗം ചേരലും പഴയതുപോലെ തുടർന്നു. 1841 ദേവദായം സമ്പ്രദായം ബ്രിട്ടീഷ് ഗവൺമെൻറ് പുനഃസ്ഥാപിച്ചു. ഹൈദരാലി നടപ്പാക്കിയ ദേവദായ സമ്പ്രദായം ടിപ്പുവിൻ്റെ കാലത്ത് നിർത്തലാക്കിയിരുന്നു. 1842 കിഴക്കേ ഗോപുരം പുതുക്കിപ്പണി നടന്നതായി അവിടുത്തെ ശിലാരേഖകളിൽ കാണാം. കിഴക്കേ ഗോപുരത്തിലെ പ്രവേശന ദ്വാരത്തിൽ ഒരു ലിഖിതം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമൂതിരിപ്പാടിന് സ്വർഗത്തിൽ കയറാനുള്ള കോണിയായിട്ടാണ് കിഴക്കേ ഗോപുരം കൽപ്പിക്കപ്പെട്ടത്. 1-ാം വരിയിൽ കലിസംഖ്യയും കൊടുത്തിരിക്കുന്നു. 1859 മുതൽ മുഖ്യ ശ്രീകോവിൽ മണ്ഡപം എന്നിവ ചെമ്പോല ഇടാൻ ആരംഭിച്ചു. ലോഹം പൂശിയ ഒരു സ്ഥിരം കൊടിമരം സ്ഥാപിച്ചു. തുടർന്ന് 1892 മുതൽ ചുറ്റമ്പലം, വിളക്കുമാടം, കൂത്തമ്പലം, ശാസ്താക്ഷേത്രം എന്നിവ ചെമ്പോലമേഞ്ഞു. കിഴക്കേ മുറ്റം ഓടിട്ടു. നിർഭാഗ്യവശാൽ ട്രസ്റ്റിമാരായിരുന്ന സാമൂതിരിയും മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടും തമ്മിൽ നിരന്തരം ഈ കാലഘട്ടത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. തൃക്കണാമതിലകത്തിൻ്റെ മേൽക്കോയ്മ ലഭിച്ചതിലൂടെ ഗുരുവായൂരിൻ്റെ പൂർണ്ണ നിയന്ത്രണം ലഭിച്ച സാമൂതിരിപ്പാട് ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടുമായുള്ള ഭിന്നത പരിഹരിക്കുവാനായി സമുദായമാനുഷം, അതായത് ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് തുല്യം എന്ന തസ്തിക നടപ്പിലാക്കി. ഇതിലൂടെ ക്ഷേത്രം മാനേജർ നിയമനം എന്നിവ സാമൂതിരിപ്പാടിൻ്റെ അവകാശവും എന്നാൽ ഭരണ നടത്തിപ്പിൻ്റെ മേൽനോട്ടം മല്ലിശ്ശേരി നമ്പൂതിരിക്കുമായി തീർപ്പുണ്ടാക്കി.
1855 ഉക്കണ്ട പണിക്കർക്ക് ശേഷം ഉക്കോമ പണിക്കർ അധികാരമേറ്റു. അന്നത്തെ സാമൂതിരിയുടെ പിന്തുണയോടെ ശ്രീകോവിലിൻ്റെയും മുഖമണ്ഡപത്തിൻ്റെയും മേൽക്കൂര പുതുക്കിപ്പണി ചെയ്തു. ചെമ്പു തകിടടിച്ച് സ്ഥിരം കൊടിമരം സ്ഥാപിച്ചു. ഓടുകൊണ്ട് പൊതിഞ്ഞ് അലങ്കരിച്ചു. 1861 കൊടിമരം സ്ഥാപിതമായത്. 1880 കുഞ്ഞിക്കോമ പണിക്കർ ഉക്കോമ പണിക്കരെ പിന്തുടർന്ന് അധികാരത്തിൽ വന്നു. ഭഗവാന്റെ സ്വത്തും വസ്തുവകകളും കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രത പലപ്പോഴും എതിർപ്പും അപ്രീതിയും ക്ഷണിച്ചു വരുത്തി. സാമൂതിരിയും മല്ലിശ്ശേരിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനിടയാക്കി. അമ്പലം അശുദ്ധമാവാനും ഉത്സവം തടസ്സപ്പെടാനും വരെ ഇത് കാരണമായി. 1859 മുതൽ 1892 വരെയുള്ള കാലഘട്ടത്തിൽ ചെറിയ കുഞ്ഞുണ്ണിരാജ സാമൂതിരിപ്പാടായിരുന്നു. നയജ്ഞനും കാര്യശേഷിയുമുള്ള ആളായിരുന്നു അദ്ദേഹം. മല്ലിശ്ശേരിയുമായി ഒരു ധാരണയിലെത്തി. ചാക്യാർ കൂത്ത് നടത്തിയിരുന്ന കൂത്തമ്പലവും വിളക്കുമാടവും ശാസ്താക്ഷേത്രവും വാതിൽ മാടത്തിൻ്റെ അറ്റകുറ്റപ്പണിയും ചെയ്തു. തുടർന്ന് മേൽപ്പുര ചെമ്പു പലക പതിച്ച് സുരക്ഷിതമാക്കി. കിഴക്കേ നടപ്പുര ഓടിട്ട് രഹസ്യ അറ എന്നേക്കുമായി അടച്ചു. അക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക വിഷമതകൾ മുമ്പത്തേക്കാൾ വളരെ കുറഞ്ഞു. സാമൂതിരിയും കുഞ്ഞിക്കോമ പണിക്കരും ക്ഷേത്രത്തിനായി സ്വന്തം പണം ചെലവ് ചെയ്യുവാൻ പോലും തയ്യാറുള്ളവരായിരുന്നു. അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ സ്ഥിരം മോഷണം ഉണ്ടാവാറുണ്ട്. അത്താഴ ശീവേലി 3ാമത്തെ പ്രദക്ഷിണ ശേഷം പടിഞ്ഞാറേ ഗോപുരവാതിൽ അടയ്ക്കുക പതിവായിരുന്നു. അപ്പോൾ കിഴക്കേ ഗോപുരം വഴി മാത്രമാക്കി ഭക്തരുടെ ഗതാഗതം. നിയമ നടപടികൾക്കൊന്നും പോവാതെ തന്നെ മോഷണം അവസാനിപ്പിച്ചു. കുഞ്ഞിക്കോമ പണിക്കർക്ക് ശേഷം 1900 ആണ്ടിൽ ശ്രീ കോന്തിമേനോൻ ബ്രിട്ടീഷ് ഭരണാധികാരികളാൽ നിയമിതനായ കാര്യക്കാരനായി. അദ്ദേഹത്തിൻ്റെ സേവന ക്ഷേത്രത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലായിരുന്നു അന്ന് മാനേജർ നിയമനം നടത്തിയത്. കോന്തിമേനോൻ ക്ഷേത്രകാര്യങ്ങളുടെ ഭരണനിർവഹണം വിവിധ വിഭാഗങ്ങളായി തിരിച്ച് അടുക്കും ചിട്ടയും വരുത്തി. അനധികൃതമായി കൈവശം വച്ചിരുന്ന ക്ഷേത്രഭൂമി തിരിച്ചു പിടിച്ച് ക്ഷേത്രവും പരിസരവും വൃത്തിയായും ശുചിയായും നിലനിർത്തുവാനും സംരക്ഷിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചു. ക്ഷേത്രകുളം കൽപ്പടവ് കെട്ടി സംരക്ഷിക്കുകയും രുദ്രകൂപം കരിങ്കല്ലിൻ്റെ മതിൽ കെട്ടി ഭദ്രമാക്കുകയും പത്തായപ്പുര പുതുക്കി പണിയുകയും ചെയ്തു. അമ്പലത്തിനുള്ളിൽ നാഴികമണിയും അദ്ദേഹം സ്ഥാപിച്ചു. 1909 മുതൽ 1912 വരെ സാമൂതിരിയായിരുന്ന കുഞ്ഞൻ രാജയുടെ കാലത്ത് 1911 വീണ്ടും അഷ്ടബന്ധ കലശം നടന്നു. വിഗ്രഹ ചൈതന്യം വർദ്ധിക്കുവാനും പൂജാതി കർമ്മങ്ങൾ ശ്രദ്ധാപൂർവ്വം അനുഷ്ഠിക്കുവാനും ഭക്തജനഹിതത്തിനനുസരിച്ച് ക്രമീകരിക്കുവാനും ശ്രമിച്ചു. തന്ത്രിയുമായി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു. ഓരോ പൂജയ്ക്കും മണ്ഡപത്തിന് അടുത്ത് ഇടയ്ക്കവാദ്യത്തിൻ്റെ അകമ്പടിയോടെ അഷ്ടപതിയും തുടങ്ങി. ബാഹ്യാങ്കണത്തിൽ നാദസ്വരമേളവും ഉച്ചപൂജയ്ക്ക് ചെണ്ടമേളവും ശീവേലിക്ക് 2 വരിയായി വെള്ളി കൊണ്ടുള്ള 12 കോൽ വിളക്കിൻ്റെ അകമ്പടിയും ആരംഭിച്ചു. ക്ഷേത്രകാര്യങ്ങളിൽ കോന്തിമേനോൻ്റെ പല പരിഷ്കരണങ്ങളിലും അധികാരികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായി. 1912 മുതൽ 1927 വരെ ഗുരുവായൂർ ക്ഷേത്രം മദ്രാസ് കോർട്ട് ഓഫ് വാർഡ്സ് ഭരണത്തിന് കീഴിലായിരുന്നു. 1915 ഗുരുവായൂർ ക്ഷേത്രഭരണം മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. എസ്റ്റേറ്റ് കളക്ടറായിരുന്ന JA തോണിൻ്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രഭരണം മുന്നോട്ട് പോയി. അപ്പോൾ ഈ തോൺ ഭിന്ന മതസ്ഥൻ ആണെങ്കിലും ക്ഷേത്രത്തിന് പുറമേ നിന്ന് ഗുരുവായൂരപ്പനെ വന്ദിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ മതിപ്പ് ഉളവാക്കുകയും ചെയ്തു. 1922-23 കാലഘട്ടത്തിൽ സാമൂതിരിക്ക് മഹാരാജാ സ്ഥാനം നൽകുകയും മല്ലിശ്ശേരിയെ ഊരാള സ്ഥാനത്തു നിന്ന് മാറ്റുകയും ഉണ്ടായി. മദ്രാസ് ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആക്ട് നിലവിൽ വരികയും മല്ലിശ്ശേരി ഇല്ലത്തിൻ്റെയും ഗുരുവായൂരിലെ ഭക്തരുടെ സംഘത്തിൻ്റെയും പരാതികൾ തീർപ്പാക്കിയ സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് കോർട്ട് 1930 മല്ലിശ്ശേരി ഇല്ലത്തെ കാരണവർക്ക് ഊരാള സ്ഥാനം തിരികെ നൽകുകയും ചെയ്തു. കോന്തിമേനോൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ തുടർന്നു. പഴയ സത്രം അദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ആ കെട്ടിടം ഇപ്പോൾ നിലവിലില്ല. 1917 തോണിനെ തുടർന്ന് മലബാർ ഗവർണറായി അധികാരത്തിൽ വന്ന ശ്രീനിവാസറാവു ക്ഷേത്രഭരണം വീണ്ടും സാമൂതിരിപ്പാടിനും മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിനുമായിട്ട് വിട്ടു നൽകി. അപ്പോൾ ഇവരുടെ അഭിപ്രായ ഭിന്നതകൾ തുടർന്നു വന്നു. ഒടുവിൽ 1930 മദ്രാസ് ഹൈക്കോടതി 2 പേരെയും സഹ ട്രസ്റ്റിമാരായി നിയമിച്ചു. ഇതോടെ ക്ഷേത്രം മാനേജർ നിയമനാധികാരം സാമൂതിരിക്കാണെങ്കിലും മല്ലിശ്ശേരിയുമായി കൂടിയ ആലോചനയോടെ വേണമെന്നായി. ക്ഷേത്രഭണ്ഡാരത്തിൻ്റെ താക്കോൽ സാമൂതിരി, മല്ലിശ്ശേരി മാനേജർ എന്നിവർ പ്രത്യേകം സൂക്ഷിച്ച് പൊതുജനങ്ങൾ, ട്രസ്റ്റിമാർ, ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പുകാരുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭണ്ഡാരം തുറന്നെണ്ണി തിട്ടപ്പെടുത്തുവാനും തുടങ്ങി.
അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്ര പദങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്തതായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതിൽ പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം തൊട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു നല്ല അറിവാണ്. എല്ലാവരും ഇത് കേൾക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.